ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരായ ഏതൊരു ആക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഖമേനിയെ വധിക്കാനോ സ്ഥാനത്ത് നിന്ന് നീക്കാനോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റ് എക്സിൽ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. നമ്മുടെ രാജ്യത്തെ മഹാനായ നേതാവിനെതിരായ ആക്രമണം ഇറാനിയൻ രാഷ്ട്രവുമായുള്ള പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇറാൻ ജനതയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും നിലനിർത്തുന്ന ശത്രുതയും മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാനുമേൽ അമേരിക്ക കഴിഞ്ഞ ദിവസം പുതിയ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. ഖമേനിയുടെ അടുത്ത അനുയായിയും ദേശീയ സുരക്ഷാ കൌൺസിൽ തലവനുമായ അലി ലാരിജാനി ഉൾപ്പെടെ ഇറാന്റെ ഉന്നതതല നേതാക്കൾക്കെതിരെ US ട്രഷറി വകുപ്പാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാൻ എണ്ണ വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന UAE സ്ഥാപനങ്ങൾക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിൽ വ്യാപക സർക്കാർ വിരുദ്ധ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ പിന്തുണയുമായി ട്രംപും ഇസ്രയേലും രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രക്ഷോഭം തുടരാനും രാജ്യത്തെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറുകയായിരുന്നു. തുടർന്നാണ് സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. യുദ്ധഭീഷണിയിൽ നിന്ന് ട്രംപ് പിന്മാറിയതിന്റെ കാരണം ഇറാന്റെ സൈനിക ശക്തിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ടെലഗ്രാഫ് വിലയിരുത്തിയിരുന്നു. അതേസമയം സൈനിക നടപടി നിർത്തിവച്ചതിന് പിന്നാലെ ഇറാന്റെ മേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് US. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ഇറാന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷാ കൌൺസിൽ തലവനും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത അനുയായിയുമായ അലി ലാരിജാനി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയതെന്നതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചിരുന്നു. പ്രക്ഷോഭത്തിനെതിരെ നടപടി ഏകോപിച്ചത് ലാരിജാനിയാണെന്ന് ട്രഷറി വകുപ്പ് ആരോപിക്കുന്നു. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാർക്കെതിരെയും നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരോധത്തിൽ ഉൾപ്പെട്ടവർക്ക് US-മായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയില്ല. ഇറാൻ എണ്ണ വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന UAE സ്ഥാപനങ്ങൾക്കെതിരെയും ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. US-ന്റെ സുരക്ഷാ പങ്കാളിയായ UAE സഹായത്തോടെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഉപരോധങ്ങളെ ഇറാൻ മറികടന്നിരുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ അക്രമാസക്തമായ നടപടി സ്വീകരിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രക്ഷോഭം തുടരാനും രാജ്യത്തെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. മേഖലയിൽ US-ന് ആവശ്യത്തിന് സൈനിക ശക്തിയില്ലെന്ന വിദഗ്ധ ഉപദേശം ലഭിച്ചതോടെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപ് തൽക്കാലം പിന്മാറുകയായിരുന്നുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഭയക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ് US-നെ പിന്തിരിപ്പിച്ചത്. എന്നാൽ ഭാവിയിൽ മേഖലയിൽ സൈനിക ശക്തി വ്യാപിച്ചാൽ ഇറാനെ US ആക്രമിക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂടത്തോടുള്ള അതൃപ്തിയും മൂലം കഴിഞ്ഞ മാസം തുടങ്ങിയ പ്രതിഷേധങ്ങൾ തലസ്ഥാനമായി ടെഹ്റാന് പുറത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 2600 കവിഞ്ഞതായും 19,000-ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തതായാണ് ഇറാനിലെ US-ന്റെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. അതേസമയം ഇറാനിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ മറവിൽ അമേരിക്ക ഉയർത്തിയ യുദ്ധഭീഷണിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് പിന്മാറിയതിന്റെ കാരണം ഇറാന്റെ സൈനിക ശക്തിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ടെലഗ്രാഫിന്റെ വിലയിരുത്തൽ പുറത്തുവന്നിരുന്നു. ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങൾ ആയിരുന്നു US-ഉം ഇസ്രയേലും നടത്തിയത്. താവളങ്ങളും എംബസികളും ഒഴിപ്പിക്കുന്നവരിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. എങ്കിലും വാരാന്ത്യത്തോടെ US-ന്റെ സ്വരം ഗണ്യമായി മാറി. അതിന്റെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യുന്ന റിപ്പോർട്ടാണ് ബ്രിട്ടീഷ് മാധ്യമമായ ടെലഗ്രാഫ് പുറത്തുവിട്ടത്. ട്രംപിന് ആക്രമണത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ എന്തോ കാരണമുണ്ടായെന്നും പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇറാൻ ഭരണകൂടം എക്കാലത്തെക്കാളും ശക്തമായി കാണപ്പെടുന്നുവെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ടെഹ്റാനിലെ തെരുവുകൾ ഭരണ അനുകൂല റാലികളാൽ നിറഞ്ഞു. അത് സുരക്ഷാ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി തോന്നിപ്പിച്ചുവെന്നും ഇറാനും സൈനികമായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നുമുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.